ഹായ് മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമിനേഷൻ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ അഭിപ്രായം എന്ത് ചെയ്യാം നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ മിനി മാരത്തോണും അതേപോലെ തന്നെ 10 ഡേ ചലഞ്ചും സൂപ്പർ 60യും അതേപോലെ ഇന്നത്തെ ബൂസ്റ്റർ ഡോസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രാപ്പകലില്ലാതെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്കറിയാം. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഈ എക്സാമിനേഷൻ്റെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നാൽ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എല്ലാ മക്കളെയും കുഴപ്പിച്ചത് നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ ബി ക്വസ്റ്റ്യൻ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യനോടൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നിങ്ങളെ കുഴപ്പിച്ച 1-2 ക്വസ്റ്റ്യനോട് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. നമുക്കൊരു 19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ആ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് പല കുട്ടികളും എഴുതിയിട്ടില്ല. എന്നാൽ ഇന്നത്തെ ബൂസ്റ്റർ ഡോസിൽ ഇതേ സെയിം പാറ്റേൺ, ഇതേ ക്വസ്റ്റ്യനാണ് ഞാൻ പറയത്തില്ല, ഇതേ സെയിം പാറ്റേണിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേ ക്വസ്റ്റ്യൻ നമ്മളവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുക. അത്ര വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, റേഡിയസ് സെയിം ആണെന്ന് പറയുന്നത്. അപ്പോൾ R1 R2 ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യങ്സ് ഡബിൾ സ്ലിറ്റ് ക്വസ്റ്റ്യൻ്റെ എന്താണ് നമ്മളവിടെ കണ്ടുപിടിച്ചത്? നമ്മളവിടെ ബാൻഡ് വിഡ്ത്തും ഇന്ന് രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ അറിയാം, ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ സിംപ്ലി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടിയേനെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനൊക്കെ ചില കുട്ടികളുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, അപ്പോൾ ഉറപ്പാണ് എനിക്കിത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ സൂപ്പർ 60ലോ അല്ലെങ്കിൽ മാരത്തോണിലോ ഒക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനൊക്കെ അതേപോലെ ആണെങ്കിൽ, അതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻ്റ് ആണ്, ഇതെനിക്ക് ചെയ്യാൻ കഴിയും, കാരണം ഞാൻ അറിഞ്ഞ ക്വസ്റ്റ്യനാണ്, പഠിച്ച ക്വസ്റ്റ്യൻ ആണെന്നൊക്കെയാണ്. ഒരിക്കലും നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അങ്ങനെ അപ്രോച്ച് ചെയ്യരുത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് തന്നിരിക്കുന്ന ഡേറ്റ എടുത്ത് എഴുതിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ താഴെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ തെറ്റുകളൊന്നും നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ പാടില്ല. ഇനിയുള്ള എക്സാമിനേഷനും ഈ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും സൈലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. നിങ്ങളും ഞങ്ങളുടെ കൂടെ കട്ടക്ക് നിന്നുകൊണ്ട് ഉറപ്പാണ് മക്കളെ, നമുക്ക് ഈ ഫൈനൽ എക്സാമിനേഷൻ, അതാണ് നമ്മുടെ മാർച്ചിലെ എക്സാമിനേഷൻ അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷൻ, നമുക്ക് നല്ലൊരു മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു എക്സാമിനേഷൻ കൊണ്ടൊന്നും നമ്മൾ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയും എന്ത് ചെയ്യാം, പൂർണ്ണ ആർജവത്തോടെ ഇനിയുള്ള ബാക്കിയുള്ള മുഴുവൻ എക്സാമിനേഷൻ നമുക്ക് മക്കളെ അടിച്ചെടുക്കാം. അപ്പോൾ ബൈ ബൈ.